എൻ്റെ ലൈഫിൽ ഇത്രയും തിരക്ക് പിടിച്ച ദിവസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് വീട്ടിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് ചുമ്മാ ഇരിക്കാൻ പറ്റിയിട്ടില്ല. കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് ഞാൻ ഫേഷ്യലും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ നിന്നത്. ഇതൊരു വലിയ ഡിസ്കഷനാണ്. ഡിസ്കഷൻ്റെ മെയിൻ ടോപ്പിക് കല്യാണത്തിന് എത്ര കിലോ മുല്ലപ്പൂ വാങ്ങണം, ആർക്കൊക്കെ വാങ്ങണം, ആരൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനും ജാനിയും കൂടെ, ജാനി മീൻസ് എൻ്റെ ചേച്ചിയുടെ മോളാണ്, എൻ്റെ അനിയത്തിയായിട്ട് വരും. അപ്പോൾ അവളുമായിട്ട് ഒന്ന് കൊട്ടിയം വരെ ഒന്ന് പോയി. കൊട്ടിയത്ത് സിംലയിൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. പക്ഷെ പോയി അവിടെ നിന്ന് നോക്കിയപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കിട്ടിയില്ല. അതായത് മനസ്സിൽ കണ്ടുകൂട്ടിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ട് ഒന്നും കൂടെ വേറെ സ്ഥലത്ത് പോയി, ഒരു റെൻ്റൽ ഷോപ്പിൽ, അവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങ് പോകും. അഡ്വാൻസും കൊടുത്തിട്ടാണ് പോകുന്നത്. 5 മണിക്ക് ഞാൻ മെഹന്തി ഇടാൻ വേണ്ടി ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ 7 മണിയായി. പള്ളിമുക്കിലെ ഒരു കൊച്ചിൻ്റെ വീട്ടിലാണ്, പുള്ളിക്കാരിയാണ് എനിക്ക് മെഹന്തി ഇടാന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഓൾറെഡി മാരീഡ് ആയതുകൊണ്ട്, ഒരു കൊച്ചുണ്ടായതുകൊണ്ട് വീട്ടിൽ വന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ചെന്നിട്ട് നമ്മളൊരു മെഹന്തി ഡിസൈൻ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരി പെട്ടെന്നാണ് എല്ലാം ഇട്ട് തീർത്തത്. 2 കയ്യിലും 2 സൈഡിലായിട്ട് നമ്മൾ ഫുള്ള് നിറച്ചാണ് ഇട്ടത്. നല്ല അടിപൊളിയായിരുന്നു ലാസ്റ്റ് കാണാനായിട്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ട്, എനിക്കാണെങ്കിൽ എൻ്റെ മുഖം ചൊറിയാൻ പോലും പറ്റുന്നില്ല, ഫുള്ള് മൈലേജ് ഇട്ടുകൊണ്ട്. പിന്നെ ഞാൻ ലൈറ്റായിട്ട് എൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് രാത്രി കിടന്നത്. ഒരു ദിവസം പോയ പോക്കയല്ലേ